നമുക്ക് ദുഃഖാചരണം പാടില്ല, ദുഃഖപ്രകടനം പാടില്ല. ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞത്? ഇത് ഞാൻ പറഞ്ഞത് നമ്മൾ ഒരിക്കലും തന്നെ ദുഃഖാചരണത്തെ അംഗീകരിക്കുന്നില്ല. അന്ന് ഇ കെ ഉസ്താദ് അവர்கள் പറഞ്ഞിരുന്നു, ആ ഷിയ ആശയം ഒന്നും ഇങ്ങോട്ട് കേരളത്തിലേക്ക് കടത്തിക്കൊണ്ടുവരണ്ട എന്ന് പറഞ്ഞിരുന്നു. അതൊക്കെ അപ്പുറം വെച്ചാൽ മതി എന്ന് പറഞ്ഞിരുന്നു. അതേ, ഞാനിത് സൂചിപ്പിക്കാൻ കാരണം ഇപ്പോഴും ചില ഷിഈ ആശയങ്ങൾ, അതെ, ആശൂറാ വരുമ്പോ യാ ഹുസൈൻ എന്നൊക്കെ പറഞ്ഞ് പാടുന്ന ചില പാട്ടുകൾ ഇപ്പോൾ രംഗത്ത് വരുന്നതായി കാണുന്നുണ്ട്. അടുത്ത തെറ്റാണത്. അങ്ങനെ ഒരു ദുഃഖാചരണം പരിശുദ്ധ ഇസ്ലാമിൽ ഇല്ല. അങ്ങനെ ഒരു ദുഃഖ പ്രകടനം പരിശുദ്ധ ഇസ്ലാമിൽ ഇല്ല. അതിനെ സംബന്ധിച്ച് നല്ല ബോധം മുസ്ലിം സമുദായത്തിൽ ഉണ്ടാകണം എന്ന് മമ്പ്രന്തങ്ങളുടെ ഹദറത്തിൽ വെച്ച് ഞാൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ആരെങ്കിലും അതേ ആശുറാഇന്റെ ദിവസം അല്ലെങ്കിൽ മറ്റേതെങ്കിലും സമയം മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലപ്പെട്ടു പോയ സംഭവം, ആ മുസീബത്ത് ആരെങ്കിലും ഓർമ്മിക്കുകയാണെങ്കിൽ ലം യംബഗി അൻ യസ്തഖില ഇല്ലാ ബിൽ ഇസ്തിർജാഇ ഇംതിസാലൻ ലിൽ അംരി വ ഇഖ്റാസൻ ലിമാ റത്തബഹു തആല അലൈഹി ബിഖൗലിഹി ഉലൈക അലൈഹിം സ്വലവാത്തു മിർ റബ്ബിഹിം വറഹ്മ വഉലൈക ഹുമുൽ മുഹ്തദൂൻ. മുസീബത്ത് സംഭവിച്ചാൽ പറയേണ്ടത് എന്താണ്? അതിന് നന്നായി ക്ഷമിച്ചു നിന്നുകൊണ്ട്, അതിന്റെ പേരിൽ നെഞ്ഞത്തടിക്കാൻ പറ്റില്ല, അതിന്റെ പേരിൽ നെഞ്ഞത്ത് കുത്താൻ പറ്റില്ല, അതിന്റെ പേരിൽ കുപ്പായം പറിച്ചു കീറാൻ പറ്റില്ല, അതിന്റെ പേരിൽ കളറ് മാറ്റാൻ പറ്റില്ല, അതിന്റെ പേരിൽ അതേ ഒന്നും പറ്റില്ല, ഒരു കോപ്പിരാട്ടിയും പറ്റൂല, അതിന്റെ പേരിൽ ഒരു യാ ഹുസൈൻ വിളിക്കലും പറ്റൂല. ധരിച്ചതിന് ശേഷം മഹാനവറുകൾ പറയുന്നു, വലാ യസ്തഖിലു ദാലികൽ യൗം, ആ ദിവസത്തിൽ ഒരാളും തന്നെ അതാ ആശൂറാഇന്റെ നോമ്പെടുക്കലും ആശൂറാഇന് പുണ്യമായ സംഗതികൾ ചെയ്യലും അല്ലാതെ മനുഷ്യൻ ഒരിക്കലും ചെയ്തു പോകരുത്. റാഫിളത്ത് എന്ന് പറയുന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അടക്കം ചീത്ത വിളിക്കുന്ന ആ റാഫിളത്ത് എന്ന് പറയുന്ന ശിആ വിഭാഗം, അവര് ചെയ്യുന്ന ബിദ്അത്തുകൾ, പുത്തനാശയങ്ങൾ, മിനൻ നദ്ബി വൽ ഹുസ്നി, നിലവിളിക്കല്, അതുപോലെ ദുഃഖം പ്രകടിപ്പിക്കല്, വന്നിയാഹൽ അട്ടഹസിച്ച് കരയല്, അട്ടഹസിക്കല്, വൽ ഹുസ്നി ദുഃഖം പ്രകടിപ്പിക്കല്, ഇത് ലൈസ ദാലിക മിൻ അഖ്ലാഖിൽ മുഅ്മിനീൻ, അത് മുഅ്മിനീങ്ങളുടെ സ്വഭാവത്തിൽപ്പെട്ടതല്ല. വഇല്ല ലകാന യൗമ വഫാതി ഔലാ ബിദാലിക വഅഹ്റാ, അഥവാ അങ്ങനെ ഒരു ദുഃഖപ്രകടനം ഉണ്ടായിരുന്നുവെങ്കിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് നടന്ന ദിവസമല്ലേ അങ്ങനെ ഒരു ദുഃഖാചരണവും ദുഃഖപ്രകടനവും നടത്തേണ്ടിയിരുന്നത്? അങ്ങനെയില്ലല്ലോ. അവിടുന്ന് വഫാത്തായത് റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാണ്. അന്നത്തെ ദിവസം ആരും ദുഃഖാചരണം നടത്താറില്ല. നബി തങ്ങൾ ജനിച്ചതിലുള്ള സന്തോഷം പ്രകടിപ്പിക്കലാണ് പതിവ്. ഇങ്ങനെ ഇമാമിങ്ങൾ ഈ രണ്ട് പരിപാടികളെയും വളരെ വിശദമായി വിമർശിച്ചുകൊണ്ട് അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു പാട്ടുകാരനും ഒരു കക്ഷിയും ഈ ശിയാ വിശ്വാസവും നാസ്രിയ വിശ്വാസവും കേരളത്തിൽ കൊണ്ടുവന്ന് പ്രചരിപ്പിക്കാനുള്ള പാട്ടുപാടുകയോ അത്തരം പരിപാടികൾ നടത്തുകയോ ചെയ്യരുതെന്ന് ഞാൻ ഈ സമയത്ത് പ്രത്യേകമായി ഉണർത്തുകയാണ്. സുഹൃത്തുക്കളെ, ഇമാമിങ്ങളെല്ലാം ഈ കാര്യം വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദുഃഖാചരണവും ദുഃഖപ്രകടനവും പരിശുദ്ധ ഇസ്ലാമിൽ ഇല്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു പരിപാടിയും കേരളത്തിലേക്ക് ആരും കടത്തിക്കൊണ്ടുവരരുത് എന്ന് ഞാൻ പ്രത്യേകമായി ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. സുബ്ഹാനല്ലാഹ്, ഞാൻ ഇന്നലെയോ എനിക്കൊരാൾ ഒരു പാട്ട് കേൾപ്പിച്ചു തന്നു. സുബ്ഹാനല്ലാഹ്, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു അതേ പാടുന്ന ഒരു പാട്ട്, ഒരേ ഒരു കോപ്പിരാട്ടി കാണിച്ചുള്ള ഒരു പാട്ട് പാടുന്ന ആൾക്ക് ചിലപ്പോൾ തലയിൽ കേട്ടുണ്ടാവും, ചിലപ്പോൾ ബിരുദത്തിന് പേരുണ്ടാവും. പക്ഷേ അത്തരത്തിലുള്ള ഒരു വിഷയത്തിലും മുസ്ലിം ഉമ്മത്ത് പെട്ടുപോകരുത്.
ബഹുമാനപ്പെട്ട ബദിയത്തുൽ മുസ്തർശിദീൻ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയത് കാണാം. അൽ അമലു ബി യാ ഹുസൈൻ, യാ ഹുസൈൻ എന്ന് വിളിച്ചുകൊണ്ടുള്ള പരിപാടി ഫീ ജിഹത്തിൽ ഹിന്ദ്, ഇന്ത്യയുടെ ചില ഭാഗങ്ങളിൽ, അന്ന് ഇന്ത്യയും പാകിസ്ഥാനും ഒക്കെ ഒന്നായിട്ടുള്ള കാലമായി. അന്നത്തെ കാലത്ത് എഴുതുകയാണ്, ഇപ്പോഴും പാകിസ്ഥാനിലെ ചില ഷിയാക്കൾ അത്തരത്തിലുള്ള ചില പരിപാടികൾ നമ്മുടെ കേരളത്തിൽ വരെ ഇറക്കുമതി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുകയാണ്. ജാവ എന്ന പ്രദേശത്തുമൊക്കെ ആശൂറ ദിവസം ചെയ്യുന്നു, അല്ലെങ്കിൽ അതിന്റെ മുമ്പത്തെ ദിവസം, അല്ലെങ്കിൽ അതിന്റെ ശേഷം അടുത്ത ഹറാമായ പുത്തനാശയമാണ്, അക്ഷേപാർഹമാണ്. അത് ചെയ്യുന്നവർ തോന്നിവാസികളും തമ്മാടികളുമാണ്. ജനങ്ങളെ പിഴപ്പിക്കുന്നവരാണ്. അത് റാഫിളത്ത് എന്ന് പറയുന്ന പുത്തൻവാദികളോട് തുല്യത പ്രകടിപ്പിക്കുന്നവരാണ്. മഹാന്മാർ അവരെ അനുസ്മരിക്കപ്പെടുക എന്നത് സ്വാഭാവികമാണ്. ആ അനുസ്മരണം അത് നല്ല ഹൈറായ പ്രവർത്തനങ്ങളിലേക്ക് ജനങ്ങൾക്ക് പ്രചോദനം നൽകുന്നതും അവരുടെ ആശയങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതുമായിട്ടാണ് അനുസ്മരണ പരിപാടികളെല്ലാം നടത്തുന്നത്.